അർമീനിയയിലെ സെബാസ്റ്റ്യൻ നഗരം ഒരു റോമൻ കോളനിയായിരുന്നു. റോമൻ ചക്രവർത്തിയെ ദൈവമായി വണങ്ങാത്തതിൻ്റെ പേരിൽ അവിടുത്തെ 40 ക്രിസ്ത്യൻ പടയാളികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. നവംബർ മാസത്തെ അതികഠിനമായ തണുപ്പിൽ ഗ്രീസിൽ മാക് നദി തണുത്തുറഞ്ഞു കിടക്കുകയായിരുന്നു. ശതാധിപൻ ആ 40 പടയാളികളെയും നഗ്നരാക്കി നദിയുടെ മുകളിൽ രൂപപ്പെട്ട മഞ്ഞുകെട്ടുകൾക്ക് മുകളിലേക്ക് നയിച്ചു. അവരുടെ ശരീരം മരവിച്ചു തുടങ്ങിയപ്പോൾ ശതാധിപൻ അവരോട് പറഞ്ഞു, ചക്രവർത്തിയെ ദൈവമായി അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കരയിലേക്ക് കടന്നു വന്ന് ജീവൻ രക്ഷിക്കാം. അവർ ആ വാഗ്ദാനം തള്ളിക്കളഞ്ഞു. ഒടുവിൽ 39 പേരും യേശുവിനെ സ്തുതിച്ചുകൊണ്ട് മരിച്ചു വീണു. 40ാമത്തെ പടയാളി അവരെ നോക്കിയപ്പോൾ തളർന്നുപോയി. താനും അടുത്ത നിമിഷം മരിക്കുമെന്ന് മനസ്സിലായ അയാൾ തൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ മുഴുവൻ ശക്തി സംഭരിച്ചുകൊണ്ട് കരയിലേക്ക് ഓടി. അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ജീവിക്കണം, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുന്നു. പെട്ടെന്ന് ശതാധിപന് ഒരു ദർശനമുണ്ടായി. 40 മാലാഖമാർ 40 കിരീടങ്ങളുമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മരിച്ചു വീണ ഓരോരുത്തരുടെയും ശിരസിൽ കിരീടം ധരിപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. 40ാമത്തെ മാലാഖ ദുഃഖത്തോടെ കിരീടം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം 40ാമത്തെ പടയാളി യേശുവിനെ ഉപേക്ഷിച്ചു. ഈ സ്വർഗീയ ദർശനം കണ്ട ശതാധിപൻ നദിയിലേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, എനിക്ക് ആ കിരീടം വേണം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അങ്ങനെ ആ ശതാധിപന് മരിച്ച് രക്തസാക്ഷിയായി. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്തുവിനെ മറന്ന് സുഖലോലുപത ലക്ഷ്യമാക്കി നീങ്ങുന്നു. ദൈവം നമുക്ക് സഹനങ്ങൾ നൽകുന്നത് നമ്മൾ അവിടുത്തെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനാണ്. അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടുമ്പോഴാണ് നമുക്ക് മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോഴാണ് ആ 39 പടയാളികളെയും ശതാധിപനെയും പോലെ നമ്മളും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ണിയേശുവിലേക്ക് നോക്കി യാത്ര തുടരാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നേരായ വഴിയിലൂടെ മുന്നോട്ട് പോയി സ്വർഗരാജ്യം എന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഉണ്ണിയേശുവിനെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.